എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോസമ്മ. എൻ്റെ വീട് കൊല്ലം ജില്ലയിൽ ചണ്ണപ്പേട്ട എന്ന സ്ഥലത്താണ്. ഞാനൊരു നേഴ്സായിരുന്നു. സൗദി അറേബ്യയിൽ 28 ഇയേഴ്സ് വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. 2015 ഞാൻ നാട്ടിൽ റിസൈൻ ചെയ്ത് തിരിച്ചു വന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് കോഴഞ്ചേരി കോളേജിലാണ്. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേഴ്സിങ്ങിന് ഡൽഹിയിൽ എനിക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. അവിടെ പഠിച്ച് ഞാൻ സ്റ്റാഫായി കഴിഞ്ഞിട്ട് ഞാൻ സൗദി അറേബ്യയ്ക്ക് പോയി. 28 ഇയേഴ്സ് ഞാൻ സൗദി അറേബ്യ നേഴ്സായിട്ട് ജോലി ചെയ്തു. അവിടെ നിന്ന് ഞാൻ 2015 നാട്ടിൽ തിരിച്ചു വന്നു. ഞാൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫീമെയിൽ മെഡിക്കൽ വാർഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം, ദൈവം എന്നെ വിടുവിച്ച ഒരു വലിയ സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അതായത് ദൈവത്തിൻ്റെ കരം കാണുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതായത് ഞാൻ മെഡിക്കൽ വാർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 90 ഇയേഴ്സായ ഒരമ്മ അഡ്മിറ്റായിട്ട് വന്നു. പുള്ളിക്കാരിക്ക് മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ലൈക്ക് ന്യൂമോണിയ, ഷുഗർ, ഒത്തിരി അങ്ങനെ അസുഖങ്ങൾ, മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വന്നു. സോ ഈ പേഷ്യൻ്റ് മോർണിംഗിൽ ഞാൻ ഈ പേഷ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഈ പേഷ്യൻ്റെ ഐ വി ലൈന് ഔട്ടായിരുന്നു. സോ ഞാനതങ്ങനെ ലൈന് ഇടാനായിട്ട് ചെന്നപ്പോൾ ഈ പേഷ്യൻ്റ് അതിന് നൊന്ത് ക്യാനിലിങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന് നൊന്തു പേഷ്യൻ്റ് എന്നെ അടിക്കാൻ തുടങ്ങി. സോ അടിക്കാൻ എഴുതപ്പോൾ ഞാൻ പേഷ്യൻ്റെ പെട്ടെന്ന് തിരിച്ചവിടെ കിടത്തിയിട്ട് ഞാനടുത്ത് ചാർജ് നേഴ്സിനോട് പറഞ്ഞു, എനിക്ക് ലൈൻ ഇടാൻ പറ്റത്തില്ല. സോ ഞാൻ ഈ പേഷ്യനെ നോക്കുകയല്ല, എനിക്ക് പറ്റുകയല്ല കുഞ്ഞേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. അവിടുന്ന് ആ റൂമിൽ നിന്ന് ഔട്ടായി. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ വന്ന് ആ പേഷ്യൻ്റ് ലൈൻ ഇട്ടു. അതിനുശേഷം ഈ പേഷ്യൻ്റ് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റിലേക്ക് പോയി. അതിൻ്റെ കാരണമൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്താണെന്ന്. പക്ഷേങ്കിൽ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റായി പെട്ടെന്ന് കോഡ് ബ്ലൂ ഒക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർമാർ വന്നു, CPR ചെയ്തു പേഷ്യൻ്റ് പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലിട്ടു. പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിനെ ICU ട്രാൻസ്ഫർ ചെയ്തു. ബട്ട് ദ തിങ് ഈസ്, അവരുടെ റിലേറ്റീവ്സിനെ എല്ലാം അവർ വിളിച്ചിട്ട് പെട്ടെന്ന് ആ നേഴ്സ് ഇത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. പേഷ്യൻ്റ് രക്ഷപ്പെട്ടെങ്കിലും അതിൻ്റെ ആൾക്കാരെല്ലാം ആ അമ്മയുടെ മക്കളെല്ലാം പോലീസുകാരൊക്കെ ആയിരുന്നു. സോ അവരെല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞു, എന്തിയാ നേഴ്സ് എന്തിയേ. ഇപ്പം ഞാൻ ആ സമയത്ത് ഫാർമസി പോയിരിക്കുമായിരുന്നു. ഫാർമസി മെഡിക്കേഷൻ ചെക്ക് ചെയ്യാനായിട്ട്, അതായത് അന്നത്തെ ദിവസത്തെ മെഡിസിൻ ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ട്രോളി ചെക്ക് ചെയ്യാനായിട്ട് പോയിരിക്കും. അന്നേരം ഈ റിലേറ്റീവ്സ് എല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു, എന്തിയാ നേഴ്സ് എന്തിയെന്ന് ചോദിച്ചു. അപ്പോഴത്തേനും എൻ്റെ ഹെഡ് നേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞു, സൂസൻ, നീ ഒരിക്കലും മുകളിലോട്ട് തിരിച്ച് കയറി വരരുത്. ബിക്കോസ് എല്ലാവരും വന്നിട്ടുണ്ട്, മക്കളെല്ലാം വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നീ ഇങ്ങോട്ട് കയറി വരുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് എൻ്റെ ഇൻചാർജും എല്ലാം കൂടെ വന്ന് എന്നെ നേഴ്സിംഗ് ഓഫീസിൽ കൊണ്ടുപോയി. നേഴ്സിംഗ് ഓഫീസിൽ കൊണ്ടുപോയതിന് ശേഷം അവിടുന്ന് എൻ്റെ ഹെഡ് നേഴ്സ്, എൻ്റെ നേഴ്സിംഗ് സൂപ്രണ്ടെന്ന് പറയുന്നത് ഒരു ഈജിപ്ഷ്യൻ സൗദി ആയ ലേഡിയായിരുന്നു. ബിക്കോസ് അവർക്ക് ഇന്ത്യൻസിനെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ലേഡിയായിരുന്നു. ഒട്ടും ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ല. ഞാൻ ആ സമയത്ത് ആക്ച്വലി അധികം നാളൊന്നും ആയില്ലായിരുന്നു സൗദി അറേബ്യയിൽ ചെന്നിട്ട്. സോ ഇതെല്ലാം കൂടെ സംഭവം എല്ലാം കൂടെ കേട്ടപ്പോഴത്തേനും ഞാൻ ആകെപ്പാടെ അങ്ങ് പാനിക്കായിട്ട് ഞാൻ പറഞ്ഞ, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണണം, എനിക്ക് എന്നെ ജയിലിൽ കൊണ്ടുപോകുന്നുള്ള അങ്ങനെ ആ ഒരു മനോഭാവത്തിൽ വളരെ പ്രയാസത്തോടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണണം, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെന്ന്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് എന്നെ നേഴ്സിംഗ് ഓഫീസിൽ ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ആ ലേഡി, ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഇന്ത്യൻസിനെ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും ലോ ലെവലിലാണ് നമ്മൾ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ കാവള, പുള്ളിയുടെ പേര് സിസ്റ്റർ കാവള എന്ന പുള്ളിക്കാരി പറഞ്ഞു, ഐ വോണ്ട് ടു പ്രൊട്ടക്ട് മൈ നേഴ്സ്, ഷീ ഈസ് മൈ നേഴ്സ്. സോ
എങ്ങോട്ടെങ്കിലും വേറെ ഒരു വാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എന്നെ പെട്ടെന്നൊരു മെയിൽ മെഡിക്കലിലേക്ക് മാറ്റി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സുസാൻ യു ഡോണ്ട് വെറി, നത്തിങ് വിൽ ഹാപ്പൻ ടു യു എന്നൊക്കെ എന്നോട് പറഞ്ഞ് എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒത്തിരി പ്രോബ്ലം അവിടെയും വന്നു. ബിക്കോസ് ഇഫ് ഐ കനോട്ട് കോൺസെൻട്രേറ്റ് മൈ ജോബ് സോ ഇറ്റ് വിൽ അഫക്ട് ദ പേഷ്യൻറ്റ്. സോ അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ജോലി ചെയ്യാൻ എനിക്ക് ഈ സിറ്റുവേഷൻ എന്നെ ഒന്ന് നോക്കിയാണ് ആ പേഷ്യൻറ്റ്, അതായത് ICU ട്രാൻസ്ഫർ ചെയ്ത പേഷ്യൻറ്റ് രക്ഷപ്പെടണം. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തു. അതിൽ പെട്ടെന്ന് തന്നെ ഈ പേഷ്യൻ്റ് രക്ഷപ്പെട്ട് ICUന്ന് രക്ഷപ്പെട്ടു. ആ പേഷ്യൻ്റ് തിരിച്ച് എൻ്റെ യൂണിറ്റിലേക്ക് തന്നെ വന്നു. ബൈ ദ ടൈം എന്നെ ആ വാർഡിൽ നിന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തോ ആ വാർഡിൽ നിന്നും പ്രീവിയസ് വാർഡിലേക്ക്, എവിടെ വെച്ച് ഈ പേഷ്യൻ്റ് അറസ്റ്റായോ ആ വാർഡിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ആൾക്കാരൊക്കെ ഒരു ദിവസം എൻ്റെ മക്കളൊക്കെ വന്ന് ചോദിച്ചു, നീ അല്ലായിരുന്നു എൻ്റെ അമ്മ അറസ്റ്റായ സമയത്ത് നീ അല്ലായിരുന്നു സിസ്റ്ററെ വർക്ക് ചെയ്ത്? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എനിക്ക് മനസ്സിൽ പേടിയുണ്ട് ഇവരെന്നെ എന്തെങ്കിലും പറയുമോ എന്തോന്നൊക്കെ. അന്നേരം പേഷ്യൻ്റ് ഒത്തിരി സിക്കായിട്ടായിരുന്നു രണ്ടാമതും വന്നത്. പല പ്രാവശ്യം അഡ്മിറ്റായ പേഷ്യൻ്റാണ്. സോ അങ്ങനെ ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്തണം, നീ ചെയ്യണം, നീ ഒരു നല്ല അങ്ങനെയൊക്കെ എന്നോട് ഒത്തിരി ഇതായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ വെച്ചറിയാം. ബട്ട് ദ തിങ് ഈസ് ഞാൻ ഒത്തിരി എന്നാലാവോളം ആ പേഷ്യൻറ്റിന് വേണ്ടി ഞാൻ ചെയ്തു. അതായത് എൻ്റെ മൈൻഡ് എൻ്റെ ഫുള്ളി ഒരു ഡെഡിക്കേഷൻ, നമുക്ക് നേഴ്സുമാർക്ക് ഒത്തിരി ഡെഡിക്കേഷനാണല്ലോ. ഒരു പേഷ്യൻ്റ് രക്ഷപ്പെട്ടു പോകുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒത്തിരി വലിയ സന്തോഷമാണ്. അങ്ങനെ ഞാൻ ആ പേഷ്യൻറ്റിന് വേണ്ടി ഒത്തിരി ചെയ്തു. എൻ്റെ ജോലി ചെയ്തു, എൻ്റെ വർക്ക് ചെയ്തു, വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു. ആ പ്രാവശ്യം പേഷ്യൻ്റ് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ പേഷ്യൻ്റ് അവിടെ വീണ്ടും അഡ്മിറ്റായി കഴിഞ്ഞിട്ട് ആ സമയത്ത് പേഷ്യൻ്റ് ഒത്തിരി സിക്കായിരുന്നു. വീണ്ടും പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റിൽ പോയി. അപ്പോഴത്തേക്കിന് ലാസ്റ്റിൽ അതൊരു 3 to 11 ഷിഫ്റ്റായിരുന്നു. ആ സമയത്ത് എൻ്റെ ഷിഫ്റ്റ് തീരാറായി. അപ്പോഴത്തേന് പേഷ്യൻ്റ് ഒത്തിരി സിക്കായിട്ട് കിടക്കുന്നു. ഞാൻ അടുത്ത ഷിഫ്റ്റിന് ട്രാൻസ്ഫർ എൻഡോഴ്സ്മെൻറ്റ് കൊടുത്തു. സച്ച് ആൻഡ് സച്ച് സിറ്റുവേഷനാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. ഞാൻ പറഞ്ഞതിൻ്റെ സാരമെന്ന് പറഞ്ഞേ, അവിടെയും ദൈവം തമ്പുരാൻ ആ പേഷ്യനെ രക്ഷപ്പെടുത്തുകൊണ്ടാണ് എനിക്ക് അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞതെന്നറിയാമോ, ഞാൻ എന്തോ ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. അതാണ് അവർ പറയുന്നത്. അതായത് ആ സിസ്റ്ററിനെ ഈ രാജ്യത്തു നിന്ന് പറഞ്ഞു വിടണം. അവരുടെ എയിം അതായിരുന്നു, ഈ രാജ്യത്തു നിന്ന് പറഞ്ഞു വിടണം എന്നുള്ളത്. അവരെ സൗദി, നമ്മൾ ഇന്ത്യൻസ് ആകുമ്പം സൗദികളല്ലേ പേഷ്യൻ്റ്, സൗദിയിലാകുമ്പോൾ അവർ നാച്ചുറലി അവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത്. അങ്ങനെ അതിൽ നിന്നും അത്ഭുതമായിട്ട് ദൈവം എന്നെ രക്ഷപ്പെടുത്തി. അടുത്തൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, അതും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം മറുപടി തന്നാണ്. അതായത് ഞാനൊരു കൺവെൻഷന് ഇവിടെ കോട്ടയത്ത് വെച്ച് ഒരു റെയ്നോഡ് ബോങ്കയുടെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതിനെനിക്ക് വെക്കേഷന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനവിടെ വെക്കേഷനൊക്കെ അവരോട് ചോദിച്ചു. അങ്ങനെ അതെല്ലാം ഫിക്സൊക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞങ്ങളുടെ യൂണിറ്റിൽ, അതായത് 3 months ബിഫോറാണ് നമ്മൾ വെക്കേഷൻ പേപ്പറൊക്കെ കൊടുക്കേണ്ടത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പേഷ്യൻ്റ് അവിടെ വന്ന പേഷ്യൻ്റ് സൗദി അല്ലായിരുന്നു, യെമനിയോ അങ്ങനെ കണ്ടായിരുന്നു. ബട്ട് ഷി വാസ് വർക്കിംഗ് ഇൻ പാലസ്. സോ പാലസ് പേഷ്യൻ്റ് ആയിരുന്നു. ഈ പേഷ്യൻറ്റിന് സിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പെട്ടെന്ന് വേറൊരു യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എൻ്റെ സൂപ്പർവൈസർ പറഞ്ഞു, സൂസൻ നീ ഒരു വാർഡിൽ മെയിൽ വാർഡിൽ അവിടെ ആളില്ല, സോ നീ അപ്പം ഞാൻ ആ സമയത്തൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് സ്റ്റാഫായി. സോ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അവരോടൊന്നും പറഞ്ഞില്ല. ഞാൻ ഐ വാസ് ഗ്രംബിൾഡ്. സോ ഞാൻ പറഞ്ഞു, എന്നെ ഇത്രയും സീനിയറായി എന്നെ എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, വേറെ ആരെങ്കിലും ജൂനിയറായിട്ടുള്ളവരെ ട്രാൻസ്ഫർ ചെയ്യലോ എന്ന്. ബട്ട് എനിവേ ഇത് സുപ്പീരിയർ അല്ലേ. സോ ഞാൻ ആ യൂണിറ്റിലേക്ക് പോയി. ബിക്കോസ് ഐ ഡോണ്ട് നോ ദ യൂണിറ്റ്. എനിക്ക് അവിടുത്തെ പേഷ്യൻസ് അറിയത്തില്ല, എനിക്ക് അവിടുത്തെ യാതൊരു കാര്യങ്ങളും അറിയത്തില്ല. ബട്ട് ഞാൻ പോയി അവിടെ അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബൈ ദ ടൈം ആ വാർഡിലൊരു സംഭവം ഉണ്ട്. ഈ പേഷ്യൻ്റ് ഒത്തിരി സിക്കായി, അവിടെ ഭയങ്കര പ്രശ്നമായി. ആരെല്ലാം ആ പേഷ്യൻ്റെ ഫയലിനെ ടച്ച് ചെയ്തത്, ഡോക്ടേഴ്സ് പ്ലസ് നേഴ്സസ് പ്ലസ് വർക്കേഴ്സ് അവരെല്ലാവരുടെയും വെക്കേഷൻ ഹോൾഡ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. ബട്ട് അങ്ങനെ ആ അവസ്ഥയിൽ അപ്പം ഞാൻ മറ്റേ യൂണിറ്റിലാണ്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പേഷ്യൻ്റെ ICU ട്രാൻസ്ഫർ ചെയ്തു. പേഷ്യൻ്റ് മരിച്ചു. എനിക്ക് ഐ കനോട്ട് മെമ്മറൈസ് ദാറ്റ്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ എല്ലാവരുടെയും വെക്കേഷൻ ഹോൾഡ് ചെയ്തു, എൻ്റെ മാത്രം വെക്കേഷൻ, ബിക്കോസ് ഐ വാസ് നോട്ട് ദെയർ. സോ
എനിക്ക് വെക്കേഷന് തിരിച്ചു വരും. ഞാൻ പറഞ്ഞതിൻ്റെ സാരമെന്ന് പറയുന്നേ, അവിടുന്ന് ദൈവം എന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ആ ഹൃദയത്തിലെ ആഗ്രഹം സ്വർഗം അറിഞ്ഞിട്ട് എന്നെ, ഐ എം ദ ഓൺലി വൺ പേഴ്സൺ, എന്നെ അവിടെ ഒന്ന് മാറ്റി. സോ ഞാൻ ആ സമയമാകുമ്പോൾ വെക്കേഷൻ വെച്ചു ആ മീറ്റിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ എന്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു അതിന് മറുപടി സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്നുള്ള ആ പ്രാർത്ഥന അത് സ്വർഗത്തിലെ ദൈവം കേട്ട് നമുക്ക് മറുപടി തരുമെന്നും. അങ്ങനെ ഒത്തിരി ഇൻസിഡൻസ് എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ ടേസ്റ്റ് ചെയ്ത ഒത്തിരി അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അതെനിക്ക് വളരെ പലരോടും അത് ടെസ്റ്റിമണി പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, 2005 ഒരു ഇൻസിഡൻറ്റ് അതായത് ദൈവം എനിക്ക് വേണ്ടി ചെയ്ത എൻ്റെ ആ ആഗ്രഹം മാനിച്ചത്, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം മാനിച്ച ഒരു അനുഭവം കൂടി ഞാൻ പറയാം. അതായത് 2005 ഞാൻ 15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നു, റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അടുത്തത് ഒരു ഇൻ്റർവ്യൂ ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. അതെനിക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കാണ്, കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. അവിടെ എനിക്ക് ജോബ് കിട്ടി. ആക്ച്വലി അതൊരു ടീച്ചിങ് ഹോസ്പിറ്റലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ടീച്ചറാകുക എന്നായിരുന്നു. എൻ്റെ വലിയ ആഗ്രഹം ടീച്ചറാണ്. ബട്ട് ഡ്യൂ ടു മൈ ഫിനാൻഷ്യൽ സർക്കംസ്റ്റൻസ് എനിക്ക് എൻ്റെ ബ്രദർ പറഞ്ഞു, എനിക്ക് കോളേജിലൊക്കെ ഒത്തിരി പഠിപ്പിച്ച് ഒത്തിരി ലെക്ചറാക്കാനുള്ള ആ ഒരു സാമ്പത്തികമൊന്നും എനിക്കില്ല. സോ നേഴ്സിംഗ് ആയിരിക്കും ബെറ്റർ. സോ അങ്ങനെയാണ് ഞാൻ നേഴ്സിങ്ങിന് പോകുന്നത് തന്നെ. ബട്ട് എനിവേ ഞാൻ ആ ടീച്ചിങ് ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടി. അത് 2008 ഞാനിവിടെ നിന്നും രണ്ടാമത് സൗദി അറേബ്യയ്ക്ക് പോയി. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ എമോയിഷി വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിനെ ഞാൻ ഈ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമായിരുന്നു, ഓരോ പ്രൊസീജിയറിന് വേണ്ടി. അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഞാൻ അവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് എമോയിച്ചൊന്നും ഒത്തിരി വ്യത്യാസമുണ്ട്. അതെല്ലാം അവിടുത്തെ സിസ്റ്റം എല്ലാം കൂടെ കാര്യങ്ങളെല്ലാം കൂടെ കണ്ടപ്പോഴത്തേനും ഞാൻ എൻ്റെ മനസ്സിലൊന്ന് ആഗ്രഹിച്ചു, എൻ്റെ ദൈവമേ, എനിക്ക് ഇവിടെ ജോലി കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇത്രയും മാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചുള്ളൂ. ഐ ഡി നോട്ട് ടെൽ ടു എനിവൺ. സ്വർഗത്തിലെ ദൈവം അത് കേട്ടു. ദൈവത്തിൻ്റെ സമയം അതാണ് 2008 ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക്, അതായത് ഞാൻ എവിടെ ആഗ്രഹിച്ചോ, അതായത് ഏത് ഹോസ്പിറ്റലിൽ എനിക്ക് വേണം ഞാൻ ആഗ്രഹിച്ചോ അവിടെ തന്നെ എനിക്ക് ജോലി കിട്ടി. അവിടെ ജോലി ചെയ്യുവാനിടയായി. അതുപോലെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ടീച്ചിങ് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ അനേകരെ പഠിപ്പിക്കാൻ, ഇവൻ ദോ ഐ ആം ജസ്റ്റ് GNM നേഴ്സ്, 3.5 ഇയേഴ്സ് മാത്രമേ എൻ്റെ സ്റ്റഡി ടൈം ഉള്ളൂ. ഒരു BSN പോലും അല്ല. BSN സാധാരണ BSN-ഉം MSN-ഉം ഒക്കെയാണ് ടീച്ചിങ് പ്രൊഫഷനിൽ കയറുന്നത്. ബട്ട് ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഗ്രേസ്. അവിടെ ടീച്ച് ചെയ്യാനും ഒക്കെ ദൈവം എനിക്ക് ഭാഗ്യം. അതായത് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അവിടെയും ദൈവം അത് സാധിപ്പിച്ചു തന്നു. ദൈവം എത്ര വലിയവനാണെന്ന് അങ്ങനെ പലരോടും എനിക്കിത് ഷെയർ ചെയ്ത് അപ്പോൾ ഞാൻ പലരെയും ധൈര്യപ്പെടുത്തുവാനിടയായത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് വിഷയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ആഗ്രഹമുണ്ടോ, അല്ലെ ഏത് പ്രതികൂലമാണോ, സ്വർഗത്തിലെ ദൈവത്തോട് നമ്മൾ ആ കാര്യം പറയുമ്പോൾ സ്വർഗം അത് ഏറ്റെടുക്കും. ദൈവം അത് ചെയ്യും. ദൈവം വലിയ ചെയ്യുന്നതുകൊണ്ടാണ് ദൈവം വലിയവനാണ്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ. ഇപ്പം ഇതൊന്നും പറഞ്ഞാൽ തീരത്തില്ല, കാരണം ഇത് ഒത്തിരി പേരോട് പറയാം. പലരെയും കർത്താവിലേക്ക് കൊണ്ടുവരാനൊക്കെ എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് അതായത് വാസ്തവമായിട്ടും ദൈവം ഇറങ്ങി വന്നു എന്നുള്ളൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ബിക്കോസ് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ നേഴ്സുമാർക്കും ഡോക്ടർമാർക്കുമാണ് ഏറ്റവും കൂടുതൽ ആ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് യഥാർത്ഥമായിട്ടും ആ ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തി മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ദൈവമേ, നീ ഒന്ന് ചെയ്തു തരണമേ, നീ ഒന്ന് പ്രവർത്തിക്കണമെന്ന് നമ്മൾ ദൈവത്തോട് പറയാറുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു പേഷ്യൻ്റ്, അതായത് റീനൽ ഫെയിലർ പേഷ്യൻ്റ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. ആ പേഷ്യൻറ്റിനെ ലൈക്ക് AV ഫിസ്റ്റിലൊക്കെ ഇട്ട് ഒരു കൈ കംപ്ലീറ്റ്, ആ കയ്യിൽ നമുക്ക് IV ലൈൻ ഇടാനും ഒന്നും പറ്റത്തില്ല. സോ AV ഫിസ്റ്റിൽ അതുവഴിയാണ് ഡയാലിസിസ് ചെയ്യുന്നത്. പിന്നെ ആകെപ്പാടെ ഉള്ളത് മറ്റേ കൈയാണ്, റൈറ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡിലായിരുന്നു പുള്ളിയുടെ AV ഫിസ്റ്റിൽ. സോ റൈറ്റ് ഹാൻഡിൽ പേഷ്യൻ്റ് ഒത്തിരി ഒബേസാണ്.
പേഷ്യൻ്റ് വെയിനൊന്നും കിട്ടത്തില്ല. അങ്ങനെ രാത്രിയിൽ നേഴ്സുമാർ അവർ ഫെയിലറായി. അപ്പം ഞാൻ ആ യൂണിറ്റിൽ ഞാനായിരുന്നു, അന്നത്തെ ദിവസം ഞാനായിരുന്നു. എന്നെ വിളിച്ച് ഡോക്ടേഴ്സ് എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു സൂസൻ വന്ന് IV ലൈൻ ഇടണമെന്ന്. സോ ഞാനത് എനിക്ക് പേഷ്യൻറ്റിനെ കണ്ടപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം ഇങ്ങനെ ചോദിക്കും, പേഷ്യൻ്റ് സിക്കുമാണ്. സോ എല്ലാവരും ഇങ്ങനെ കൂടി ഒത്തിരി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നിന്നിട്ട് പറയും ഒറ്റ പ്രാവശ്യമേ പ്രിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകെപ്പാടെ വിരണ്ടു പോയി. കാരണം ഇങ്ങനെ നീര് വെച്ചിരിക്കുന്ന കൈയുള്ള ഒരു പേഷ്യൻറ്റിനെ ഒരു IV ലൈൻ ഇടാൻ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ഞാൻ അപ്പോൾ ഒന്നാമതേ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുക, എല്ലാവരും കൂടി ഇങ്ങനെ നിന്ന് നേഴ്സുമാർ സൗദി ഡോക്ടർ, മോസ്റ്റ്ലി ഓൾ സൗദി ഡോക്ടേഴ്സ്. സോ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്കൊരു വെയിൻ കാണിച്ചു തരണം. ഈ പേഷ്യൻ്റ് ഒരൊറ്റ വെയിൻ പോലുമില്ല, എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒറ്റ പ്രിക്കുകയെന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കർത്താവേ എനിക്കൊരു വെയിൻ കാണിച്ചു തരണം. ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ പേടിയോടാ. സോ ജസ്റ്റ് ഫീൽ ചെയ്തിട്ട് ഒരൊറ്റ പ്രിക്കിന്, അതൊക്കെ എനിക്ക് ശരിക്കും അതല്ല, ഞാൻ ദൈവത്തിന് ഒത്തിരി അങ്ങ് സ്തുതി കൊടുത്ത ഒറ്റ പ്രിക്കിന് തന്നെ ആ പേഷ്യൻറ്റ് ഞാൻ IV ലൈൻ ഇട്ട് മെഡിസിൻ പേഷ്യൻറ്റ് കൊടുക്കാൻ പേഷ്യൻ്റ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ള അതാണത്. സോ അവരെല്ലാം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തൊക്കെ ഞാൻ മിറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഓടി അവിടുന്ന്. ബിക്കോസ് കാരണം ഞാൻ ഓർക്കുന്ന ദൈവമേ, എനിക്ക് അത്ര വലിയ ഐ എം നോട്ട് ദാറ്റ് മച്ച് പെർഫെക്റ്റ് പേഴ്സൺ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ് ദാറ്റ് ഒരു IV ലൈൻ വെയിൻ ഇല്ലാത്തൊരു പേഷ്യൻറ്റിനെ, പ്രത്യേകിച്ച് റീനൽ ഫെയിലർ പേഷ്യൻറ്റ് ലൈൻ കിട്ടുന്നത് ഭയങ്കര പാടാണ്. സോ അപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ എൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ടല്ലോ. എൻ്റെ കർത്താവ് എത്ര വലിയവൻ, എൻ്റെ ദൈവം വാക്കുമാറാ ദൈവം, എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവാണ്. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എവിടെയും എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എൻ്റെ കൂടെ വന്ന് എൻ്റെ കയ്യെ പിടിച്ച് എൻ്റെ കർത്താവിൻ്റെ കരമാണ് ആ സമയത്ത് എനിക്ക് ആ സംഗതി ചെയ്യുവാനുള്ള കൃപ തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ അത് ഞാൻ എത്രമാത്രം സ്തുതിച്ചാലും മതിയാകത്തില്ല. അത്രമാത്രം എൻ്റെ കർത്താവ് വലിയവനാ, എൻ്റെ കർത്താവ് ശക്തനാ. അതായത് നമ്മുടെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സോ എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ, ആക്ച്വലി ഞാനൊരു ബോൺ അഗെയിനാണ്. ഞാനൊരു മർത്തോമേറ്റ് ഗേളായിരുന്നു. പക്ഷേ ഞാൻ അതിന് ശേഷമാണ് ഒരു ബോൺ അഗെയിൻ ആയത്. ഡൽഹി വെച്ചാണ് ഞാൻ എൻ്റെ കർത്താവായ യേശുക്രിസ്തു സന്ദർശിതാവെ സ്വീകരിക്കുകയും അവിടെ നിന്ന് സ്നാനപ്പെടുകയും അത് കഴിഞ്ഞ് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടാണ് സൗദി അറേബ്യയ്ക്ക് പോയത്. എന്നാൽ വാസ്തവമായിട്ടും കർത്താവിനെ ഞാൻ ടേസ്റ്റ് ചെയ്തും മനസ്സിലാക്കിയതും ആ ദൈവത്തിൻ്റെ പ്രവൃത്തി അറിഞ്ഞ കർത്താവിനെ സ്നേഹിച്ചതും പൂർണ്ണമായിട്ടും എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തതും സൗദി അറേബ്യയിൽ വെച്ചാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ആരാധന നടക്കുന്നുണ്ടായിരുന്നു. അവിടെ സൗദി അറേബ്യ എല്ലാവർക്കും അറിവുള്ളതുപോലെ സൗദി അറേബ്യയിൽ ഓപ്പണായിട്ട് മീറ്റിംഗ് നടത്താൻ നമ്മുടെ ക്രിസ്ത്യൻസിനോ അല്ലെങ്കിൽ ഹിന്ദുസിനോ അങ്ങനെയുള്ള അവർക്കൊന്നും മീറ്റിംഗ് നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ വീടിനകത്ത് എല്ലാം കവറപ്പ് ചെയ്ത് സൗണ്ട് പ്രൂഫ് ചെയ്ത് അങ്ങനെ വീട്ടിലായിരുന്നു ഞങ്ങൾ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷ്മതയോടെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടെയും അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ചെറിയ റൂമിൽ എല്ലാവരും മുട്ടുമേലിരുന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഒത്തിരി നല്ല അനുഭവമായിരുന്നു. ഒത്തിരി ആത്മീയമായിട്ട് ഒത്തിരി നല്ല ഒരു നല്ല ശക്തിയിൽ നല്ലൊരു അനുഭവത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ, നമ്മളെ ആരും ഒന്നും പറയത്തില്ല. പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ ഏത് സമയം പിടിക്കപ്പെടാമെങ്കിലും ആ അവസ്ഥയിലും കർത്താവിനെ സ്തുതിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ ഉയർത്തി കാണിപ്പാനും ഒക്കെയുള്ള ആ ഭാഗ്യം അത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഒരു പ്രാവശ്യം ഒരു ഭവനത്തിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ പറഞ്ഞു കൊടുത്താൽ സൗണ്ട് കൂടുതലാണെന്ന് ആരോ മറ്റുള്ള നാഷണാലിറ്റീസ് പറഞ്ഞു കൊടുത്ത് അങ്ങനെ പോലീസുകാർ വന്ന് ആ ഭവനം വന്ന് നോക്ക് ചെയ്തപ്പോൾ തുറന്ന് അകത്ത് കയറിയപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ ബൈബിളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു മാട്രസിൻ്റെയൊക്കെ അടിയിലോട്ട് കയറ്റി വെച്ചു. അങ്ങനെ ആ പാസ്റ്ററെ പിടിച്ച് തെളിവുകയൊക്കെ ചെയ്തു. ഞങ്ങളെ ഒന്നും അങ്ങനെ ജയിലിലൊന്നും കൊണ്ടുപോയില്ല. ഇനിയും സൗണ്ട് ഉണ്ടാക്കുക അപ്പോൾ എന്തോ എന്ന് പറഞ്ഞ് ബർത്ത്ഡേ ആയിരുന്നു പറഞ്ഞു. കാരണം അവരോട് പറയാൻ പറ്റത്തില്ലല്ലോ പ്രാർത്ഥനയാണ്. അങ്ങനെ ആ ഒരവസ്ഥയിലൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. എങ്കിൽ തന്നെ പ്രാർത്ഥന നിന്നുപോയില്ല. ഞങ്ങൾ വളരെ ദൈവം ഞങ്ങളെ അവിടെ അങ്ങ് സൂക്ഷിച്ച് അവിടെ എല്ലാം ഓരോ ആഴ്ചയിലും ഓരോ വീടുകളിൽ ഞങ്ങളുടെ വീട്ടിൽ ആദ്യം ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ അവിടെ ആ ഏരിയയിൽ 15 വർഷം ഞാനവിടെ ഞങ്ങളുടെ ഭവനത്തിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ദൈവം അതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ വളരെ ആ കഷ്ടതയുടെയും പ്രതികൂലത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിച്ചതുകൊണ്ട്
ഒത്തിരി ആ ദൈവമായിട്ടുള്ള ബന്ധം അങ്ങ് ദൃഢമാക്കുവാൻ കർത്താവ് സഹായിച്ചു. അതായത് എന്തെല്ലാം പ്രതികൂലം വന്നാലും കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വലിയ ബോധ്യം, ആ ഒരു ഉറപ്പ്, ആ ധൈര്യം, അതൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഒരു ഉയർച്ചയുടെ അനുഭവം കൂടെ ഞാൻ പറയാം. ഞാൻ രണ്ടാമത് ജോലി, ഞാൻ പറഞ്ഞില്ലേ 2008 ഞാൻ തിരിച്ചു പോയി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ കയറി ഞാൻ പറഞ്ഞില്ലേ. അവിടെ വെച്ച് ഞങ്ങൾക്ക് കനേഡിയൻ അക്രഡിറ്റേഷൻ വന്നു. കനേഡിയൻസ് വന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ വാലുവേറ്റ് ചെയ്തിട്ട് അവരെ അക്രഡിറ്റ് ചെയ്യണം. നമ്മുടെ ഇന്ത്യയിലൊക്കെ അങ്ങനെ ഉണ്ട്, നമ്മുടെ കേരളത്തിലും ഉണ്ട് വലിയ വലിയ ഹോസ്പിറ്റൽസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഓരോ യൂണിറ്റിൽ നിന്നും ഓരോരുത്തരെ സെലക്ട് ചെയ്യണമായിരുന്നു അവരുടെ കൂടെ പോകാൻ വേണ്ടി, അതായത് കനേഡിയൻസിൻ്റെ കൂടെ പോകാൻ വേണ്ടി. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഹെഡ് നേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുസൻ നീ അവരുടെ കൂടെ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞാനവിടെ ജൂനിയറാണ്, ആ ഹോസ്പിറ്റലിൽ ഞാൻ അധികം നാളാകാത്ത ആളാണ്. സോ പറഞ്ഞു നോ സുസൻ യു ഷുഡ് ഗോ എന്ന് പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കിനും എൻ്റെ യൂണിറ്റിൽ വലിയ പ്രശ്നങ്ങളായി. അതായത് സീനിയേഴ്സൊക്കെ അവിടെ ഉണ്ട്, അവരൊക്കെ വർഷങ്ങളായിട്ട് ആ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇന്നലെ വന്ന സൂസന് മാത്രം എന്തേ അങ്ങനെ കൊടുക്കാൻ കാരണം അവരെല്ലാം എന്നോട് പ്രശ്നത്തിൽ വഴക്കായി, ഒരു വല്ലാത്തൊരവസ്ഥയിലൊക്കെ എനിക്ക് ഒത്തിരി വിഷമവും ഉണ്ടായി. ബട്ട് ഞാൻ അക്രഡിറ്റേഷൻ അവരുടെ കൂടെ കനേഡിയൻസിൻ്റെ കൂടെ അവരെ എസ്കോർട്ട് ചെയ്തു. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസം നമ്മൾ പോകുന്ന കാര്യങ്ങൾ അവരെന്തൊക്കെ നോട്ട് ചെയ്ത് എന്തൊക്കെ ഫോൾട്ട് ഉണ്ടെന്ന് അതെല്ലാം നമുക്ക് പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് വന്ന് പറയുകയും അങ്ങനെ ആ അക്രഡിറ്റേഷൻ അത് ആ ഒരാഴ്ച കംപ്ലീറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെൻ്റെ യൂണിറ്റിലേക്ക് വന്നു എന്ന് വെച്ചപ്പോഴേ ആകെ അവിടെ എന്നോടാരും മിണ്ടത്തില്ല. അങ്ങനെയൊക്കെ ഒരു അപ്പം ഞാനതിനൊരു തെറ്റുകാരില്ലല്ലോ, ദൈവം എന്നെ അവരാക്കിയതിന് അതൊരു എൻ്റെ തെറ്റല്ലല്ലോ. പക്ഷേ എന്നെ സ്വർഗത്തിലെ ദൈവം എന്നെ അതിനുവേണ്ടി സെലക്ട് ചെയ്തതാണ്. സോ എനിവേ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് അവധിയൊക്കെ ഉണ്ടായിരുന്നു. ആ അവധി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴെങ്കിൽ ഈ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഇന്ത്യൻസും ഫിലിപ്പിനോസും എല്ലാവരും എന്നോട് ഒത്തിരി എതിരായിട്ട് എന്നെ ഒരു തരത്തിൽ, അതായത് ഒരു വ്യക്തിയോട് മറ്റുള്ളവരെല്ലാവരും എതിരും ഒരു വ്യക്തി മാത്രം ആകുമ്പോഴത്തെ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്തുവാ. സോ ഞാൻ എൻ്റെ നഴ്സിംഗ് ഓഫീസിൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, സർ പ്ലീസ് എനിക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല സാർ, എന്നെ സെലക്ട് ചെയ്ത് അക്രഡിറ്റേഷന് വേണ്ടി. അപ്പം പറഞ്ഞു സൂസൻ നീ എന്തിനാ അങ്ങനെ ഡൗൺ ആകുന്നേ, നിന്നെ സെലക്ട് ചെയ്ത് ഞങ്ങളല്ലേ, യു ഷുഡ് ബി ബോൾഡ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ എനിവേ. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒത്തിരി അതിനുള്ള മണിയൊക്കെ അവർ തന്നു. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അങ്ങ് മാറിപ്പോയി. പക്ഷേ എങ്കിലും അവരുടെ ഉള്ളിൽ ഞാൻ പിന്നെ അതിൻ്റെ ഹെഡായിട്ട് പിന്നെ ആ നേരത്തെ ഇരുന്നൊരു ഫിലിപ്പീനോ ആയിരുന്നു, ആ പുള്ളിക്കാരിയൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ തന്നെ എന്നെ ആക്കാനുള്ള ഒരു ഇതിലൊക്കെ വന്നപ്പോഴത്തേനും അവരെല്ലാം ഒത്തിരി അവിടുത്തെ സീനിയേഴ്സല്ല, ഞാനിവിടെ രണ്ടാമത് ഞാൻ പറഞ്ഞില്ലേ ജൂനിയറാണ്. സോ അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് ഞാനിനി വർക്ക് ചെയ്യുന്നില്ല, എന്തിനാ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ദൈവമേ എന്തിനാ നീയല്ലേ ഇങ്ങോട്ട് എന്നെ വിട്ടത്, എന്തിനാ കർത്താവേ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചേ, എൻ്റെ അപ്പ നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിട്ടത്, ഇവരുടെ എല്ലാം വഴക്ക് കാണാൻ, ഇവരുടെ അതിനോട് മിണ്ടത്തില്ലല്ലോ. അതായത് നിഷ്കളങ്കമായ ഒരു ഹൃദയത്തോട് ദൈവത്തോട് ചോദിച്ചപ്പം ദൈവം എന്നെ ബലപ്പെടുത്തി, എന്നെ ഞാനാ വിട്ടത്. അങ്ങനെ അവിടെ സ്വർഗത്തിലെ ദൈവം എന്നെ അത്രയും സീനിയേഴ്സുള്ള അത്രയും വർഷം, അതായത് നോക്കണം മറ്റ് നാഷണാലിറ്റീസൊക്കെ ഉണ്ട്, ഇന്ത്യൻസ്, ഫിലിപ്പിനോസ്, സുഡാനീസ്, പാകിസ്ഥാനികളോടൊക്കെ ജോലി ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇവരുടെ കൂടെയൊക്കെ ജോലി ചെയ്തപ്പം അവരെന്നിട്ട് അവരുമായിട്ടൊക്കെ അങ്ങനെ ചെയ്തപ്പം അവിടെ ആ ജോലി ചെയ്തപ്പോഴൊക്കെ ഇവർ എന്നെ ഇങ്ങനെ എന്നോട് ആ വേറുകൃത്യം ഒത്തിരി പാർഷ്യാലിറ്റിയൊക്കെ കാണിച്ചപ്പോൾ ഞാൻ ഒത്തിരി ഞാൻ ധൈര്യത്തോടെ നിന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ നിർത്തി. പക്ഷേങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ബിക്കോസ് ഓഫ് മൈ പേഴ്സണൽ ഇഷ്യൂസ് ഞാൻ പിന്നെ അവിടെ നിന്നില്ല, ജോലി ചെയ്തില്ല. 8 years ഞാൻ ജോലി ചെയ്തു അവിടെ. കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങി പോകുന്നു. അതായത് നമ്മളെ ദൈവം ഉയർത്തുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുവൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചിട്ടുമില്ല. അതാണ് ദൈവവചനം പറയുന്നത്. അതായത് നമ്മളെ ഉയർത്തുവാൻ സ്വർഗത്തിൽ ദൈവശക്തി. നമ്മളെത്ര ചില ആൾക്കാരുണ്ടല്ലോ, എത്ര വലിയ പഠിത്തം, നല്ല വിദ്യാഭ്യാസവും നല്ല കഴിവുണ്ടെങ്കിൽ പോലും അവർക്കൊരു നല്ല ജോലി ജോലി കിട്ടാതിരിക്കുന്ന അവസ്ഥയും അങ്ങനെയൊക്കെ. പക്ഷേ ദൈവത്തിന് നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ പേഴ്സണാലിറ്റി ഒന്നും ദൈവത്തിന് വിഷയമില്ല. ദൈവത്തോടടുത്താൽ, ദൈവസന്നിധി നമ്മുടെ ഹൃദയം നമ്മുടെ കാര്യം പറഞ്ഞാൽ
കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും.